Hi all, welcome to One Shot series in day. Mathematics for Computer and Information Science 3 എന്ന സബ്ജക്റ്റിലെ ഡിസ്കസ് ചെയ്തിരുന്നു. അത് നമ്മുടെ പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് മോഡ്യൂളിലാണ്. സോ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സെക്കൻഡ് മോഡ്യൂളിന്റെ ഇതേ സബ്ജക്റ്റിന് തന്നെ സെക്കൻഡ് മോഡ്യൂളിന്റെ ഡിസ്കഷൻ ആണ്. ഫസ്റ്റ് മോഡ്യൂളിന്റെ ടോപ്പിക് എന്തായിരുന്നു? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, എന്താണ് റാൻഡം വേരിയബിൾ, എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ആ ഒരു ഡിസ്ക്രീറ്റ് ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ നോക്കി. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലേക്ക് വരുമ്പോൾ അവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിട്ടാണ് മാറുന്നത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ്, ബേസിക് റാൻഡം എക്സ്പെരിമെന്റിന്റെ പ്രോബ്ലംസ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അവിടെ പഠിച്ച അതേ കാര്യം തന്നെയാണ്, ഫോമിലേക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. ഓക്കെ, അവിടെ പഠിച്ച അതേ പോയിന്റ്സും അതേ വേരിയബിൾസും നമുക്ക് ഇവിടെയും വേണ്ടി വരും. അവിടെ നമ്മൾ ആദ്യം തുടങ്ങിയ വേരിയബിൾ എന്ന് പറയുന്നത് മീൻ ആയിരുന്നു. മീൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, സെക്കൻഡ് ഓർഡർ മീൻ എന്താണ്, അതേപോലെ തന്നെ വേരിയൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. സെയിം കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ 0 എന്ന് പറയുന്ന ടൈമിൽ, t=0 എന്ന് പറയുന്ന ടൈമിൽ ഒരു റാൻഡം എക്സ്പെരിമെന്റ് ചെയ്തു. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഡിസ്ക്രീറ്റിലാണെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യുന്നത് t=1 എന്ന് പറയുന്ന ടൈമിലാണ്, പിന്നെ t=2 എന്ന ടൈമിലാണ്, പിന്നെ t=3 എന്ന ടൈമിലാണ്. അങ്ങനെ ഓരോ ഡിസ്ക്രീറ്റ് ഇൻസ്റ്റന്റ് ഓഫ് പോയിന്റ്സിലാണ് നമ്മൾ ആ റാൻഡം എക്സ്പെരിമെന്റ്, അതായത് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്യുന്നതെല്ലാം ആ ടൈമിലാണ്, അങ്ങനെയുള്ള ടൈമിലാണ്. പക്ഷേ കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റിലേക്ക് വരുന്ന സമയത്ത് ഈ 0ക്കും 1നും ഇടയിലുള്ള ഏത് ഇൻറ്റിജർ പോയിന്റ് വാല്യൂസും, അത് ഡെസിമൽ വാല്യൂസ് ആകാം, ഫ്രാക്ഷണൽ വാല്യൂസ് ആകാം, എങ്ങനെയുള്ള വാല്യൂസ്, 0ക്കും 1നും ഇടയിലുള്ള ഏതൊരു ചെറിയ ടൈം ഇൻസ്റ്റന്റിലും നമ്മളൊരു റാൻഡം എക്സ്പെരിമെന്റ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ചെറിയ ടൈം ഇൻസ്റ്റന്റിലും നമ്മളൊരു റാൻഡം എക്സ്പെരിമെന്റ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം റാൻഡം എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആൻഡ് അത്തരത്തിൽ വരുന്ന ആ ഒരു ടൈപ്പിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് റാൻഡം ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇവിടെയും ഞാൻ പറഞ്ഞു എന്താണ്, മീനുണ്ട്, സെക്കൻഡ് ഓർഡർ മീനുണ്ട്, വേരിയൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടെയും ഉണ്ട്. ഓക്കെ, ഫോമിലേക്ക് ചെറിയ ചെറിയ മാറ്റം വരുന്നുണ്ടെന്നേ ഉള്ളൂ. കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഓവറോൾ പ്രോബബിലിറ്റീസിന്റെ സം എന്ന് പറയുന്നത് 1 എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തു വന്ന എല്ലാ ക്വസ്റ്റ്യൻസും. ഓവറോൾ പ്രോബബിലിറ്റീസിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. കണ്ടിന്യൂസ് റാൻഡം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആവുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്ത്, ഓരോ പ്രോബബിലിറ്റി വാല്യൂസിന്റെ സം എടുത്തിട്ട് അതിനെ =1 എന്ന് പറഞ്ഞെടുക്കും. എല്ലാത്തിന്റെയും പ്രോബബിലിറ്റി വാല്യൂസിന്റെ സം എന്ന് പറയുന്നത് 1 എന്ന് എടുക്കും. പക്ഷേ ഇവിടെ കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ അവിടെ സം അല്ല എടുക്കുന്നത്, പകരം എന്താ എടുക്കുന്നത്? ഇന്റഗ്രൽ -∞ to ∞ f of x dx = എന്താണ്? 1. ഇതാണ് ഇവിടുത്തെ ഫോർമുല. അവിടെ വന്നപ്പോൾ എന്തായിരുന്നു? സമ്മേഷൻ f of x ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്റഗ്രൽ -∞ to ∞. അത് ഏതോട്ട് ഏത് വരെയാവും? -∞ മുതൽ ∞ വരെയുള്ള എല്ലാ ചെറിയ ചെറിയ പോയിന്റ് ഓഫ് ഇന്റർവെൽ വാല്യൂസും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ എല്ലാത്തിന്റെയും സം എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇതേപോലെ തന്നെ എനിക്ക് മീൻ കാണേണ്ടി വരും. മീൻ കണ്ടുപിടിക്കാനുള്ള ഇവിടുത്തെ ഫോർമുല എന്ന് പറയുന്നത് e of x = ഇന്റഗ്രൽ x into f of x dx. അതേപോലെ e of x², അതായത് സെക്കൻഡ് ഓർഡർ മീൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ x² into f of x dx. ഓക്കെ അല്ലേ? ഇന്റഗ്രൽ x into f of x dx ആണ് മീൻ. സെക്കൻഡ് ഓർഡർ മീൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ x² into f of x dx. ഇതേ രീതി തന്നെയാണ്. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? വേരിയൻസ് കണ്ടുപിടിക്കാൻ അവിടെ യൂസ് ചെയ്ത അതേ ഫോർമുല തന്നെയാണ്. വേരിയൻസ് എന്ന് പറയുന്നത് e of x² minus e of x the whole square. ഓക്കെ, ഇതാണ് വേരിയൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാവുന്നതാണ്. ബേസിക്കലി എന്താ പറയുക, മീൻ കണ്ടുപിടിക്കാനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് കണ്ടുപിടിക്കാനുമുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഫോർമുലാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് f of x ഗിവൻ ആയിരിക്കും. ആ f of x ഗിവൻ ആയിരിക്കുന്ന ഇന്റർവെല്ല് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, സ്പെസിഫൈഡ് ഇന്റർവെല്ല് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ഫോർമുലാസ് വെച്ച് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, അതിനകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ.
ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി വരുന്നത്. ആദ്യത്തെ, അതായത് നമ്മുടെ റാൻഡം വേരിയബിൾസിൽ വരുന്ന എക്സ്പ്രഷൻസും ഫോർമുലാസും അതിനനുസരിച്ച് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്ന രീതി. ഇവിടെ പിന്നെ നമ്മൾ വരുന്നത് കാര്യങ്ങൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻസ് നമുക്കിവിടെ 3 ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് പഠിക്കേണ്ടി വരും. അതിലൊന്നാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ആദ്യം അതിന്റെ കാര്യം നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സ് അഥവാ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/σ ഇൻറ്റു √2πe⁻⁻ x മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2σ². ഈ ഫോമിൽ വെച്ച് പ്രോബ്ലം ഒന്നും നമുക്ക് ചെയ്യാനില്ല കേട്ടോ. എഫ് ഓഫ് എക്സ്, പി ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഈ കാര്യം. അപ്പോ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2σ². ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതിനകത്ത് σ² എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി വേരിയൻസ് ആണ്. σ² എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. അതേപോലെ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സിഗ്മ. മ്യൂ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് മീൻ ആണ്. അതാണ് മീൻ മീൻസ് ആവറേജ്, സെയിം സാധനം തന്നെയാണ്. മീൻ എന്ന് പറയുന്നതാണ് മ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പ്രഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇതിന് പ്രോബ്ലം ചെയ്യുന്ന രീതി സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. സാധാരണ രീതി പോലെയല്ല, ചെറിയ വ്യത്യാസമുണ്ട്. സോ അതിലെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഒരു ഒരു ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലം, ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം എക്സ് എന്ന് പറയുന്ന വേരിയബിൾ അനുസരിച്ചാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ, പി ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ്. ഓക്കെ അല്ലേ? ഇവിടെ വരുമ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ അതിനെ വേറൊരു വേരിയേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന വേരിയേറ്റിനെ വേറൊരു വേരിയേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ വേരിയേറ്റ് എന്ന് പറയുന്നത് ഇസഡ് ആണ്. ഇസഡ് എന്ന് പറയുന്ന വേരിയേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് ഇസഡ് എന്ന് പറയുന്ന വേരിയേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. ഇതിനകത്ത് മ്യൂവും സിഗ്മയും ഗിവൻ ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് ഏത് ഡ്യൂറേഷനിലാണ് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതും എന്ത് തന്നെയായിരിക്കും, ഈ ഒരു പ്രോബബിലിറ്റി ആയിരിക്കും നമുക്ക് പറയാം. അതായത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അതിന് പുറമേ തന്നെ മ്യൂവും സിഗ്മയും ക്വസ്റ്റ്യനിൽ ഗിവൻ ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഇസഡ് വേരിയേറ്റിനനുസരിച്ച് നമുക്കൊരു ടേബിൾ ഉണ്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഇതൊരു ലോഗരിതമിക് ടേബിൾ പോലെ ഒരു ടേബിൾ ആണ്. ആ ടേബിൾ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് എക്സാമിനൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ആ ഒരു ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ വാല്യൂസ് പ്രോബബിലിറ്റി വാല്യൂസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇവിടെ മീൻസ് ഇവിടുത്തെ പ്രോബബിലിറ്റി വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാനായിട്ട് വേറെയും കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടുണ്ട്. അതിനാദ്യം വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് കൺസെപ്റ്റ് ഇതിനകത്ത് കുറച്ച് കൂടുതലാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ സാധാരണ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പോലെയല്ല, കുറച്ച് കൺസെപ്റ്റ് വൈസ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൽ ഷേപ്പ് കർവാണ് ആക്ച്വലി ഉണ്ടാകുന്നത്. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കിട്ടുന്ന കർവാണ് ഈ വരച്ചിരിക്കുന്നത്. പി ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ എക്സ് ആക്സിലും പി ഓഫ് എക്സ് വൈ ആക്സിലുമാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലായിരിക്കും അതിന്റെ കർവ് വരുന്നത്. ഓക്കെ, സെന്ററിൽ അതായത് 0 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും അതിന്റെ കർവിന്റെ മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് അവിടെയായിരിക്കും. സോ അങ്ങനെ ഒരു കർവ് വന്നു കഴിഞ്ഞാൽ ഈ കർവിനകത്തുള്ള ഓവറാൾ ഏരിയ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ഓവറാൾ ഏരിയ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓവറാൾ പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് 1 അല്ലേ? സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓവറാൾ പ്രോബബിലിറ്റിയുടെ ഏരിയ എന്ന് പറയുന്നത്, അതായത് ആ ഒരു കർവിനകത്ത് വരുന്ന ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആയിരിക്കും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കർവ് അല്ലെങ്കിൽ ഈ ഗ്രാഫ് വൈ ആക്സിസിന് സിമെട്രിക് ആണ്. എന്താണ് ഈ വൈ ആക്സിസ് സിമെട്രിക് എന്ന് പറയുന്നത്? ഇവിടെ എന്താണോ വന്നിരിക്കുന്നത്, ഇതിന്റെ റൈറ്റ് ഹാഫ് സൈഡിൽ എന്താണോ വന്നിരിക്കുന്നത് അത് തന്നെയാണെങ്കിൽ ലെഫ്റ്റ് ഹാഫ് സൈഡിൽ വരുന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ഹാഫ് സൈഡിലുള്ള ടോട്ടൽ ഏരിയ എത്രയായിരിക്കും? 0.5. കാര്യം ഓവറാൾ ഏരിയ എത്രയാണ്? 1 അല്ലേ? അതിന്റെ നേരെ ഹാഫ് അല്ലേ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്? നേരെ റിമൈനിങ് ഹാഫ് അല്ലേ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്? ഓക്കെ അല്ലേ? സോ അങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഓവറാൾ ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 1. അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും റൈറ്റ് സൈഡിൽ വരുന്നത്, നേരെ റിമൈനിങ് ഹാഫ് ആയിരിക്കും നമുക്ക് എവിടെ വരുന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്.
ഓക്കെ അല്ലേ? സോ ആ രീതിയിലാണ് നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കും. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ജസ്റ്റ് ഈ രീതിയിലാണ് നമ്മൾ വാല്യൂ മെഷർ ചെയ്യുന്നത്. അതിനെ ആദ്യം ഇസെഡ് വേരിയേറ്റിലേക്ക് മാറ്റും. ഇസെഡ് വേരിയേറ്റിലേക്ക് മാറ്റാനായിട്ട് എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. കൂടുതൽ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്തായിരിക്കും ഇതിന്റെ കൺസെപ്റ്റുകൾ കൂടുതൽ ക്ലിയർ ആവുക. ഓക്കെ, അങ്ങനെ ഒന്നാമത്തെ ഡിസ്ട്രിബ്യൂഷൻ അതായിരുന്നു. ഏത് ഡിസ്ട്രിബ്യൂഷൻ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ നമ്മൾ പഠിച്ച രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷനും അതിന് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞു വെച്ചാൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 divided by b minus a, 1 divided by b minus a, where value of x changes between a to b, a less than x less than b, less than or equal കൂടെ ഉണ്ട്. ഓക്കെ, 0 for otherwise എന്നാണ് പറയുക. അപ്പൊ എക്കും ബിക്കും ഇടയിൽ അത് രണ്ട് റിയൽ ഇൻഡിജേഴ്സ് ആയിരിക്കും. റിയൽ ഇൻഡിജേഴ്സ് -3 to +3, -1 to +1, 0 to 3, ആ രീതിയിലുള്ള വാല്യൂസ് ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെ വരുന്ന ഡ്യൂറേഷനിൽ നമുക്ക് വരുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/b - a. ഇനി അതിന്റെ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇ ഓഫ് എക്സ്. മീൻ എന്ന് പറയുന്നത് ജസ്റ്റ് ആവറേജ് ആണ്, a+b/2. അതേപോലെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു വേരിയൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? a - b ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. ഈ രീതിയിലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം പറഞ്ഞത് മീൻ, രണ്ടാമത്തത് വേരിയൻസ്. സോ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ ജസ്റ്റ് പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിന് കുറച്ച് കാൽക്കുലേഷൻസ് കുറച്ച് കൂടുതലുണ്ട്. ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്കിയെല്ലാം സിമ്പിൾ ആയിട്ടുള്ളതാണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ നമ്മൾ പഠിച്ച വേറൊരു ഡിസ്ട്രിബ്യൂഷൻ ആണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ്. ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ്. അതേപോലെ തന്നെ ഇവിടുത്തെ മീൻ എന്ന് പറയുന്നത് മീൻ എന്ന് പറയുന്നത് 1/λയാണ്. മീൻ എന്ന് പറയുന്നത് 1/λയാണ്. അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1/λ². അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ല, എന്നാലും നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ്. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതിന്റെ ഡ്യൂറേഷൻ പറയുന്നുണ്ട്, അതേപോലെ മീനും വേരിയൻസും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നെ നമ്മൾ മറ്റേടത്ത് പഠിച്ചതുപോലെ, അതായത് ഫസ്റ്റ് മോഡലിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമുക്ക് 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾസ് ഇവിടെയും ഉണ്ട്. 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾസ് എന്ന് പറയുമ്പോൾ 2 വേരിയബിൾസ് നമുക്ക് വരും. ഏതൊക്കെയാണ്? എക്സ് ആൻഡ് ഒയ് എന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എക്സ് ആൻഡ് ഒയ് വരത്തക്ക രീതിയിൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ കണ്ടുപിടിക്കാം? f(x, y) എന്നായിരിക്കും അവിടുത്തെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്യുന്നത്. f(x, y). അതിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്, 2 കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ ചെയ്തതുപോലെ തന്നെയാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ ചെയ്തതുപോലെ തന്നെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ. ഇവിടെ വരുമ്പോൾ അവിടെ സമ്മേഷൻ ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? ഇന്റഗ്രൽ ആയി മാറും. അത്രയുള്ള വ്യത്യാസം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വളരെ ബ്രീഫായിട്ടാണ് ഈ ഒരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവിനനുസരിച്ച് അതിന്റെ വാല്യൂസ് മെഷർ ചെയ്യുന്നതും ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നതും. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, യൂണിവേഴ്സിറ്റിക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് നോക്കാം. അതിലൊരു ക്വസ്റ്റ്യൻ ആണ്, find mean and variance of f(x) equal to kx² where x changes from 0 to 1, 0 for otherwise. മീനും കാണണം, ആൾസോ എന്തും കാണണം, വേരിയൻസും കാണണം. PDF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് എന്നാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, f(x) അറിയാം. ഇതിന്റെ എന്ത് കാണണം? മീൻ കാണണം. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്?
മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കെ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ കെയുടെ വാല്യൂ നമുക്ക് അറിയാം. കെയുടെ വാല്യൂ അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, മൈനസ് ഇൻഫിനിറ്റി ഡി ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓവറോൾ പ്രോബിലിറ്റീസിന്റെ സമ്മ് 1 ആയിരിക്കും. സോ അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ചേഞ്ചസ് ഫ്രം ഏതോട്ട് ഏത് വരെയാണ്? 0 to 1. കെ എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. കെ കോൺസ്റ്റന്റ് വെളിയിലെടുത്തു. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 0 to 1 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കെ ബൈ 3 ഈക്വൽ ടു 1, അതായത് കെ ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 0 ആയി മാറും. അപ്പൊ കെ ഈക്വൽ ടു 3 എന്ന് കിട്ടും. ദെൻ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, കെയുടെ വാല്യൂ 3 അല്ലേ? സോ 3x സ്ക്വയർ എന്നായി മാറും. സോ എക്സ് ഇൻറ്റു 3x സ്ക്വയർ ഡി എക്സ്, 3 കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുക്കാം, 3 ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് ഡി എക്സ്. ഇവിടെ ലിമിറ്റ് ഏതോട്ട് ഏതുവരെയാണ്? എക്സ് ചേഞ്ചസ് ഫ്രം 0 to 1 ആണ്. സോ 0 to 1. അപ്പൊ എന്താ വരിക? 3 ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് റൈസ് ടു 4/4. ലിമിറ്റ് എന്താ വരുന്നത്? 0 to 1. ആൻസർ എന്താ വരും? 3/4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അതാണ് മീൻ. അതേപോലെ വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും? ഫോർമുല എന്താണ്? ഇ ഓഫ് എക്സ് സ്ക്വയർ കാണണം. വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് ഇ ഓഫ് എക്സ് സ്ക്വയർ കാണണം. ഇ ഓഫ് എക്സ് സ്ക്വയർ കാണാൻ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുക? എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താണ്? 3x സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് ഏത് തന്നെയാണ്? 0 to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ കിട്ടും. പിന്നീട് നമുക്ക് എന്ത് കാണാം? വേരിയൻസ് കാണാനുള്ള ഫോർമുല വേരിയൻസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഈ ഒരു ഫോർമുലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വേരിയൻസും കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ചെറിയ ചെറിയ ഇന്റഗ്രേഷൻ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇന്റഗ്രേഷൻ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ഒന്നും നമുക്കിവിടെ ആവശ്യം ഇല്ല. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് റാൻഡം വേരിയബിൾ എക്സ് ഹാസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഇൻ -3 മുതൽ +3 വരെ ഫൈൻഡ് പി ഓഫ് മോഡുലസ് ഓഫ് x - 2 ലെസ് ദാൻ 2. ആദ്യം നമ്മൾ അറിയേണ്ടത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഡ്യൂറേഷൻ പറയുന്നുണ്ട് -3 മുതൽ +3 വരെയാണ്. അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരെ ആയിരിക്കും അതിന്റെ ഇന്റർവെൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. എ മുതൽ ബി വരെ. അപ്പൊ എ എന്താണ്, ബി എന്താണ്? ചെറിയ വാല്യൂ ആണ് എ, വലിയ വാല്യൂ ആണ് ബി. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/b - a വിച്ച് ഇസ് ഈക്വൽ ടു 1/3 - -3. കറക്റ്റ് അല്ലേ? മൈനസ് മൈനസ് വരുമ്പോൾ എന്തായി മാറും? പ്ലസ് ആയി മാറില്ലേ? സോ 3 + 3 ദാറ്റ് ഈസ് 1/6 എന്ന് കിട്ടും. എഫ് ഓഫ് എക്സ് 1/6 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താ എനിക്ക് വേണ്ടത്? ഇനി വേണ്ടത് ഫൈൻഡ് പി ഓഫ് മോഡ് x - 2 ലെസ് ദാൻ 2. അപ്പോ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ടത് പി ഓഫ് മോഡ് മോഡുലസ് ആണ് x - 2. അപ്പൊ മോഡ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകത എന്താണ്? അതിനകത്ത് 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ജസ്റ്റ് x - 2 ലെസ് ദാൻ 2 ആണ്, അല്ലെങ്കിൽ മൈനസ് ഓഫ് x - 2 ലെസ് ദാൻ 2 ആണ്. ഓക്കെ അല്ലേ? നൗ ഇതിനെന്ത് ചെയ്യുക? റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോവുക. സോ എക്സ് ലെസ് ദാൻ -2 അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? +2 ആവും. 2 + 2 എന്താണ്? 4. എക്സ് ലെസ് ദാൻ 4. അത് ഒരു കേസ്. ഇനി അടുത്ത് ഈ നെഗറ്റീവിനെ ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പൊ നെഗറ്റീവിനെ എന്ത് ചെയ്യുക? നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? ഇൻഈക്വാളിറ്റി ചേഞ്ച് ആവും. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇൻഈക്വാളിറ്റി ചേഞ്ച് ആവും. അപ്പോൾ ഈ നെഗറ്റീവ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് x - 2 ഗ്രേറ്റർ ദാൻ -2 ആണ്. അതായത് ലെസ് ദാൻ ആണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ആവും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അത് എന്തായി മാറും? ലെസ് ദാൻ ആയി മാറും. സോ ഇവിടെ ഗ്രേറ്റർ ദാൻ -2. അങ്ങനെയാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഈ -2 അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? +2. അപ്പൊ 2 - 2 എന്തായി മാറും? 0. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 0 അതിന്റെ എക്സ് ലെസ് ദാൻ 4. അതായത് എക്സിന്റെ വാല്യൂ 0യെക്കാളും ഗ്രേറ്റർ ആണ്, പക്ഷെ 4നെക്കാളും എന്താണ്? ലെസ് ദാൻ ആണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയേണ്ടി വരും? ഇന്റഗ്രൽ 0 to 4. കറക്റ്റ് അല്ലേ? ഇന്റഗ്രൽ 0 to 4 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അതാണല്ലോ ഇതിന്റെ മീനിങ്. പക്ഷേ ഏതോട്ട് ഏതുവരെ ഉള്ളൂ ഫംഗ്ഷൻ? -3 മുതൽ +3 വരെ ഉള്ളൂ. പക്ഷെ -3 മുതൽ വേണോ? 0 മുതൽ മതി എനിക്ക്. പക്ഷെ ഏതുവരെ മതി എനിക്ക്? 3 വരെ മതി. കാരണം 4 തൊട്ട് 3ക്ക് എബോ വാല്യൂ ഇല്ല. അപ്പോ 0 to 3 എഫ് ഓഫ് എക്സ് എന്താണ്? 1/6 dx.
ഇതിൽ 1/6 എന്താണ്? കോൺസ്റ്റന്റ്, ഔട്ട് സൈഡ് എടുക്കാം. 1/6. പിന്നെ ഇന്റഗ്രൽ 0 to 3 dx. dxന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സിന് അപ്പർ ലിമിറ്റ് 3, ലോവർ ലിമിറ്റ് 0. സോ 1/6 into 3 minus 0, അതായത് 3/6 അഥവാ 1/2. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? അതിന്റെ പ്രോബബിലിറ്റി വാല്യൂ 1/2 എന്ന് നമുക്ക് കിട്ടിയത്. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രോബ്ലംസും നമുക്ക് ചോദിക്കുന്നതാണ്. നമുക്കിപ്പോൾ കൂടുതലും ഈ പ്രോബബിലിറ്റി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിൽ നിന്ന് നമുക്ക് കൂടുതലും ചോദിക്കുന്നത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് പറയുന്നു, സപ്പോസ് ദ ഡയമീറ്റർ അറ്റ് എ ബ്രസ്റ്റ് ഹൈറ്റ് ഓഫ് ഇഞ്ചസ് ഓഫ് എ ട്രീ ഈസ്, അതായത് അതിന്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തിക്നെസ് അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ റേഡിയസ് ഉണ്ടല്ലോ, ആ ഒരു ഡയമീറ്റർ, റേഡിയസ് അല്ല സോറി ഡയമീറ്റർ ഓഫ് ട്രീസ് ഇൻ എ സർട്ടൺ ടൈപ്പ് ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇത്തരത്തിലുള്ള വേർഡ്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നാണ് പറയുന്നത്. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ 8.8, അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.8. മീൻ എന്ന് പറയുന്നത് 8.8 ആണ്, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.8 ആണ്. അപ്പോൾ തന്നെ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ എഴുതുക. മീൻ എന്ന് പറയുന്നത് എന്താണ്? മ്യൂ എത്രയാണ്? 8.8. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതെന്താണ്? സിഗ്മ എത്രയാണ്? 2.8. നമുക്ക് ഇതൊക്കെ എല്ലാം കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കാൽക്കുലേറ്റർ എക്സാമിന് കൊണ്ടുപോകാം കേട്ടോ, കുഴപ്പമില്ല, ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡയമീറ്റർ ഓഫ് എ റാൻഡംലി സെലക്ടഡ് ട്രീ വിൽ ബി അറ്റ്ലീസ്റ്റ് 10 inches. മിനിമം 10 ഇഞ്ചെങ്കിലും ഉണ്ടാകണമെങ്കിൽ, ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ പ്രോബബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അറ്റ്ലീസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 ഉണ്ടാകണം. 10 ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? 10 ഇഞ്ചിനെക്കാളും കൂടിയാൽ കുഴപ്പമുണ്ടോ? കൂടിയാൽ കുഴപ്പമില്ല. കുറഞ്ഞാൽ കുഴപ്പമുണ്ടോ? കുറയരുത്. അറ്റ്ലീസ്റ്റ് 10 ഉണ്ട്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം അത്രയെങ്കിലും ഉണ്ടാവണം. അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് P of x greater than or equal to 10. അതാണ് മീനിങ്. 10 കൂടുതലായാലും കുഴപ്പമില്ല, 10 കൂടിയാലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പക്ഷെ 10 കുറയരുത്. അറ്റ്ലീസ്റ്റ് ആ വേർഡ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഇത്രയെങ്കിലും ഉണ്ടാവണം. അതിൽ കൂടുതലായാലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, കുറയരുത് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. P of x greater than or equal to 10. അത് ഒന്നാമത്തെ കേസ്, അത് കഴിഞ്ഞു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡയമീറ്റർ ഓഫ് എ റാൻഡംലി സെലക്ടഡ് ട്രീ വിൽ എക്സീഡ് 20 inches. 20 കൂടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ നമുക്ക് എക്സീഡ് എന്ന് പറയുമ്പോൾ തന്നെ ഗ്രേറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? P of greater than 20. ഓക്കെ അല്ലേ? Then what is the probability that the diameter of a randomly selected tree will be in between 5 inches and 10 inches? 5നും 10നും ഇടയിൽ അതിന്റെ ഡയമീറ്റർ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 5നേക്കാൾ വലുതായിരിക്കണം, പക്ഷേ 10നേക്കാൾ ചെറുതുമായിരിക്കണം. അതായത് P of 5 less than x less than equal ഇട്ടാലും കുഴപ്പമില്ല 10. അപ്പൊ ഇത് മൂന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഈ ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കാനും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വേരിയേറ്റ് തന്നിട്ടുണ്ട്. അതിനെ ഞാൻ എന്തിന്റെ വേരിയേറ്റിലേക്ക് മാറ്റണം? ഇസഡ് വേരിയേറ്റിലേക്ക് മാറ്റണം. എങ്ങനെയാണ് ഇസഡ് വേരിയേറ്റിലേക്ക് മാറ്റുക? ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ആദ്യത്തെ കേസിൽ എക്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് എത്രയാണ്? 10. സോ ഇസഡ് ഈക്വൽ ടു 10 മൈനസ് മ്യൂ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ എന്നോട് 8.8. 10 മൈനസ് 8.8 ഡിവൈഡഡ് ബൈ 2.8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ കിട്ടും.
അപ്പോൾ അത് ഈക്വൽ ടു പി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം 2 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക, ഗ്രേറ്റർ ദാൻ 1. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കും, അതിനനുസരിച്ച് ഡേറ്റാസ് ഇതേ രീതി തന്നെയാണ് ഇതിനും 20ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അവിടെ എക്സ് എത്രയായിരിക്കും, 20 ആയിരിക്കും. സോ 20 മൈനസ് 8.8 ഡിവൈഡഡ് ബൈ 2.8. ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനനുസരിച്ച് ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇതും അതുപോലെ തന്നെയാണ്. 5ന്റെ കേസ് ആദ്യം കൊടുക്കുക, പിന്നെ 10ന്റെ കേസ് കൊടുക്കുക, അതിനനുസരിച്ച് ലെഫ്റ്റും റൈറ്റും വാല്യൂ വരും. ഓക്കെ അല്ലേ? സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. ഒത്തിരി അത് കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്, വളരെ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ടേബിളിൽ നിന്ന് വാല്യൂ എങ്ങനെ എടുക്കുന്നത്, അതിനെ പിന്നെ അറേഞ്ച് ചെയ്ത് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് y ആക്സിസിന് സിമെട്രിക് ആണ്. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും. ഇതിൻ്റെയൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു ആപ്പിൽ എന്തായാലും അവൈലബിൾ ആണ്. നിങ്ങൾ ആ ക്ലാസ്സസ് തീർച്ചയായും കാണണം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അനാലിസിസും ഇതിൻ്റെ പ്രോബ്ലംസ് ഏത് രീതിയിലാണ് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് മോഡ്യൂളാണ്. സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്, നമ്മുടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. റാൻഡം വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഫംഗ്ഷൻ 0ക്കും 1നും ഇടയിലുള്ള ഡിസ്ക്രീറ്റ് പോയിന്റ്സിലല്ല ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഇതിനിടയിലുള്ള ഏത് ചെറിയ എന്താ പറയുക, ഇൻറ്റിജർ പോയിന്റ് ഓഫ് വാല്യൂസിന്, അല്ലെങ്കിൽ ഇൻറ്റിജർ ആവണമെന്നില്ല, ഫ്രാക്ഷണൽ വാല്യൂ ആണെങ്കിലും നമുക്ക് അവിടെ എല്ലാം റാൻഡം എക്സ്പെരിമെന്റ്സ് വർക്കൗട്ട് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനത്തെ കേസിലാണ് നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളായി മാറുന്നത്. ഓക്കെ അല്ലേ? സോ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു ആൾ ദി ബെസ്റ്റ് ഫോർ ദ കമ്മിങ് എക്സാമിനേഷൻസ്. താങ്ക് യു.